ബാലൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന സീത ബോധം കെട്ടു വീഴുന്നു. കാട്ടിലകപ്പെട്ട കുട്ടിമണിയെ അയ്യപ്പൻകുട്ടിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നെങ്കിലും കണ്ടെത്താനാകുന്നില്ല. ആശുപത്രിയിലായ ബാലന്റെ നില അപകടകരമെന്ന് മയിൽ സുഭദ്രയോട് പറയുന്നു. കാട്ടിലെ മഴയെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാനെത്തിയ രാഹുലൻ കുട്ടിമണിയെ കാണുന്നു. ആശുപത്രിയിലെത്തിക്കുന്ന കുട്ടിമണിക്ക് സ്വന്തം പേര് പോലും ഓർത്തെടുക്കാനാവുന്നില്ല. തുടർന്ന് കാണുക. സാർ. ഹലോ. മനസ്സിലായി. ഞാൻ ഓഫീസിൽ വന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വിളിച്ചോളാം. ശരി. അയ്യപ്പൻകുട്ടി ഇരിക്കടോ. എന്തായി മിസ്സിംഗ് ആയ കുട്ടിമണിയുടെ കാര്യം? എന്തെങ്കിലും വിവരം കിട്ടിയോ? അല്ല സാറെങ്ങനെ വിവരം? അറിഞ്ഞെന്നാവും. എടോ, എൻ്റെ കീഴിലുള്ള ഏത് പോലീസുകാരെ എന്ത് ചെയ്താലും ആ വിവരം ഞാൻ അറിയും. ഒഫീഷ്യൽ പരാതിയൊന്നും കൂടാതെ വളരെ രഹസ്യമായിട്ടാ താൻ അവർക്ക് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തത് അല്ലേ? അത് പിന്നെ സാറേ, അവർ പാവങ്ങളാ. ഈ പാവത്തുമൊക്കെ നോക്കി നിന്നാ ഡ്യൂട്ടി ചെയ്യാനൊക്കെ കൂടും സാർ. അതൊരു വ്യാജ പരാതിയാണ് സാർ. പരാതിക്കാരി ഒരു സീതയാണ്. സത്യത്തിൽ ആ കുഞ്ഞ് ഈ മനസ്സിജന്റെയും കാണാതായ കുട്ടിമണിയുടേതാണ്. എങ്കിൽ പിന്നെ അവരെന്തിന് പോലീസിനെ പേടിച്ചു നടന്നു? ഗതികേട് കൊണ്ടാണ് സാർ. ആ സീത കുഞ്ഞിനെ തട്ടിയെടുക്കുന്നവർ ഭയക്കുന്നു. എന്നാൽ ആ പേടി ഇനി വേണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു സാർ. എടോ അയ്യപ്പൻകുട്ടി, ശിവ എന്ന ക്രിമിനലിനെ തിരിച്ചു പിടിച്ചത് താനാ. അതെന്തുമാത്രം ആശ്വാസം നൽകിയെന്നറിയോ? എനിക്കും നമ്മുടെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനും. DIG വരെ നേരിട്ട് വിളിച്ചെന്നെ അഭിനന്ദിച്ച കേസാ. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായ തന്നോട് എനിക്ക് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് യു ഹാവ് ഡൺ ആൻ എക്സ്ട്രാ ഓർഡിനറി ജോബ്. താങ്ക് യു സർ. സർ, ശിവയെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ കുട്ടിമണിയെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെ കാട്ടിൽ വെറുതെ സെർച്ച് ചെയ്താൽ മാത്രം പോരാ, മറ്റ് മാർഗങ്ങളും സ്വീകരിക്കണം. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആ പെണ്ണിന്റെ പടം വെച്ച് കാണാനില്ലാന്ന് പറഞ്ഞു. സർ, ഈ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുന്നുണ്ട്, വല്ല പ്രയോജനം ഉണ്ടാവും? ആ കുട്ടി ഡിസേബിൾ ആണെന്നല്ലേ പറഞ്ഞത്? കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുട്ടി വേറെ എവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ടില്ലാന്ന് ആരറിഞ്ഞു? നമ്മൾ പോലീസുകാര് ഒരു സാധ്യതയും തള്ളിക്കളയാൻ പാടില്ല. പത്രത്തിൽ പരസ്യം വന്നാൽ ഏതൊരാളും അലേർട്ടാവും. എവിടെങ്കിലും ആ കുട്ടി ഉണ്ടെങ്കിൽ ആ നിമിഷ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. താനൊന്നും നോക്കണ്ട, പരസ്യം കൊടുപ്പിക്കണം. ഓക്കെ സർ, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. പിന്നെ സീതയുടെ പരാതിയുടെ കാര്യം, ആ ഫയല് കുട്ടിമണിയെ തിരികെ കിട്ടിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതിയെന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സർ. എന്നാൽ ഞാനങ്ങോട്ട്. ഓക്കെ. ഇല്ല സർ, ആരെങ്കിലും ബാലേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് ആർക്കുമില്ല. ബാലേട്ടൻ സ്വയം എടുത്ത തീരുമാനമായിരുന്നു അത്. ശരി സർ.
ബാലേട്ടനെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണെന്ന് സംശയ പോലീസുകാർക്ക്. അല്ലാന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ഒക്കെ പ്ലാൻ ചെയ്താ ബാലേട്ടൻ നടപ്പാക്കിയത്. ബെഡിൽ ഞാൻ കണ്ടു ബാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടും മുണ്ടും ഒക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പൗഡറും പെർഫ്യൂമും വരെ എടുത്തു വെച്ചിരുന്നു അപ്പച്ചമ്മ. ഒക്കെ അണിയിച്ച് യാത്രയാക്കിയാൽ മതി നമ്മള്. പുതപ്പിക്കാൻ ഒരു പട്ടുകൂടി ബാക്കിയുള്ളൂ. അച്യുതനും ശാരദയും വന്ന് വിളിച്ചു കാണും വാ മോനെന്ന്. അതുകൊണ്ടായിരിക്കും പോകാന്ന് തീരുമാനിച്ചത്. എന്നാലും നമ്മളെ ഒന്നും ഓർത്തില്ലല്ലോടാ അവൻ. ഓർക്കില്ല അപ്പച്ചമ്മ. സീതയെടുത്തേയും കുഞ്ഞും പോയതിൽ പിന്നെ വേറൊരു ലോകത്തായിരുന്നു ബാലേട്ടൻ. മനോവിഭ്രാന്തിയുടെ ആ സങ്കല്പ ലോകത്ത് നമ്മളൊന്നും ഇല്ലായിരുന്നു അപ്പച്ചമ്മ. അപ്പച്ചമ്മ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചപ്പോ പോകുന്നതാ നല്ലതെന്ന് ബാലേട്ടന് തോന്നിക്കാണും. ആ കുട്ടിയെ കണ്ടപ്പോ തനിക്ക് എന്ത് മനസ്സിലായി? തടി ഇത്തിരി കൂടുതലാ, പക്ഷെ അതൊഴിച്ചാൽ നല്ല ഭംഗിയുണ്ട്. അതല്ലടോ, ആ കുട്ടി എന്തുകൊണ്ടാ തന്നെ തിരിച്ചറിയാതെ പോയത്? സിമ്പിൾ, എന്നറിയാത്തതുകൊണ്ട്. അല്ല, ആ കുട്ടിക്ക് ഓർമ്മശേഷി നഷ്ടപ്പെട്ടു. യു മീൻ അമ്നേഷ്യ? അതെ, നേരത്തെ തന്നെ കണ്ടപ്പോ ചാടി എണീറ്റ് ആക്രമിക്കാൻ ശ്രമിച്ച പേഷ്യന്റ് ഇപ്പോ തന്നെ തിരിച്ചറിയില്ലെന്ന് പറയുന്നു. തന്നെ തിരിച്ചറിയുന്ന പോട്ടെ, സ്വന്തം പേരോ നാടോ പോലും തിരിച്ചറിയുന്നില്ല. എന്റെ ബലമായ സംശയം വീഴ്ചയിൽ ഇങ്ങനെ പറ്റിയതാന്നാ. അതാണ് സത്യമെങ്കിൽ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അത് കൊള്ളാമല്ലോ. കട്ടവനെ കിട്ടാതെ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്നു. എനിക്കിനി ആ കൊച്ചിന് ഓർമ്മ വരുന്നവരെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. പോയിട്ട് കുറെ അത്യാവശ്യങ്ങളുള്ളതാ. തന്നെ ഞാൻ വിട്ടില്ലെങ്കിലോ? വിട്ടില്ലെങ്കിൽ ഞാൻ പോവും. പോവാനേ എനിക്ക് ആടെ സമ്മതം വേണ്ട. വേണം, പോലീസിന്റെ. ഞാൻ പോലീസിനെ വിളിക്കാം, ബാക്കി അവർ തീരുമാനിച്ചോട്ടെ. കഷ്ടമുണ്ട് ഡോക്ടറെ. ആദ്യം പറഞ്ഞു ആ കുട്ടി കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞാ വിടാന്ന്, ഇപ്പൊ പറയുന്നു പറ്റില്ല എന്ന്. ആ കുട്ടിക്ക് ഓർമ്മ പോയത് എന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? ഈശ്വര, ഇത് വലിയ പുലിവാലായല്ലോ. വെറുതെ അല്ല, വഴിയിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന ആൾക്കാരെ ആരും സഹായിക്കാത്തത്. ഇതല്ലേ ഹോസ്പിറ്റലുകാരുടെ രീതി. ഐ ആം ഹെൽപ്ലെസ്. എന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഓർമ്മ വരുന്നവരെ താൻ ഇവിടെ നിൽക്കണം. എന്ത് വേണം താൻ തീരുമാനിച്ചാൽ മതി. ആ കുട്ടിക്ക് ഇനി എപ്പം ബോധം വരും? അതെനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ പെട്ടെന്ന് തന്നെ വരും, ചിലപ്പോ വന്നില്ലെന്നും വരാം. ഏതായാലും 1-2 ദിവസം നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഡോക്ടറെ, യെസ്. ഒരു 500 രൂപ ഉണ്ടാവൂ കടവായിട്ട് തരാൻ? കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും തീർന്നു. ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പൊ എന്റെ 1 രൂപ പോലും ഇല്ല. ആ വാ. താങ്ക് യു. ഒന്ന് നിന്നേ. ഹലോ മിസ്റ്റർ പൂക്കടി, എന്തൊക്കെയുണ്ട്? ഇതെന്താ സഞ്ജയൊക്കെയായിട്ട്? വീട്ടു സാധനങ്ങളാണോ? വീട്ടിലെന്തെങ്കിലും ആഘോഷം വല്ലതും ഉണ്ടോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചത്? ഇപ്പൊ ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്. ശത്രുക്കൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയല്ലേ? ഏത് ശത്രു? ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ല സാർ. അങ്ങനെ അങ്ങ് പറഞ്ഞളല്ലേ. ഒരു കുഞ്ഞിന്റെ പേരിൽ 2 ചേരിയായി നിന്ന് പടവെട്ടിയല്ലേ നിങ്ങളുടെ കുടുംബവും വയലോരം വീടും. അതിലെ മുഖ്യ ശത്രു വീണ് കിടക്കുകയല്ലേ പടക്കളത്തിൽ. അപ്പൊ പിന്നെ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ശത്രുവിന്റെ പതനം ആഘോഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ മിസ്? സാർ എന്തൊക്കെ ഈ പറയുന്നത്? ബാലന് അപകടം പറ്റിയതിൽ ഞങ്ങൾ എന്തിനു സന്തോഷിക്കണം? സാർ എന്നോട് പഴയ വിരോധം വെച്ച് സംസാരിക്കുകയാണ്. വിരോധം? എനിക്കോ? തന്നോടോ? എടോ, ബാലന്റെ ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് പങ്കുണ്ട്. അങ്ങ് അകത്തു പോവും ബാലൻ എന്തെങ്കിലും പറ്റിയ. ആത്മഹത്യാ പ്രേരണ കുറ്റമെന്നൊരു വകുപ്പുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ, അറിയാവോ? വയസ്സാങ്കാലത്തെ അകത്തിരുന്ന് എണ്ണാം 1, 2, 3, 4. ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? അവൻ തലയ്ക്ക് സുഖമില്ലാതെ കിണറ്റിച്ചാടിയന് ഞാൻ എന്ത് പിഴച്ചു? അപ്പൂപ്പ, പിഴയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്ന് വെച്ചാൽ ബാലൻ മരിക്കാതിരുന്നാൽ പിന്നെ വകുപ്പുകൾ വേറെ ഉണ്ട് ചാർജ് ചെയ്യാൻ. മോഷണം, അതിക്രമിച്ച് കടക്കൽ, ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്ഥാപനത്തിലോ സ്വത്തിലോ അതിക്രമിച്ച് കയറിയാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്.
എന്തായാലും അപ്പൂപ്പന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചോ, അയ്യപ്പനെ ഒഴുകി, അതെന്റെ ദൈവമാണ്. ആഞ്ഞു വിളിച്ചോ, രക്ഷപ്പെടണേ രക്ഷപ്പെട്ടിട്ട്. നമ്മൾ ചെയ്യാവുള്ളത് നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനങ്ങോട്ട് ഹലോ ഹലോ സാറേ, ഹലോ സാറേ, അയ്യപ്പൻകുട്ടി സാറേ, ഇത് ഞാനാ മനസ്സിജൻ. എന്താ മനസ്സിലാ സാറേ, കാട് മുഴുവൻ അരിച്ചു പറക്കി. കുട്ടുവിന്റെ ഒരു വിവരമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാ. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാറേ. സാർ എന്തെങ്കിലും ഒരു വഴി പറ. എടോ, ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന കാണാം. മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ അൺഒഫീഷ്യലായിട്ട് ഒരു സെർച്ച് നടത്തിയിട്ടുണ്ട്, എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത്. നീ ഒരു കാര്യം ചെയ്യും, പിച്ചളയുണ്ടോ കൂടെ? നീയും അവനും കൂടെ നേരെ മേട്ടൂർ സ്റ്റേഷനിലേക്ക് പോകണം. ഒരു ഫോട്ടോ, നീയും അവളും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ കൊടുക്കണം. നേരെ ചെന്ന് കയറി കൊടുക്കണ്ട, ഞാൻ അവിടെ വിളിച്ചു പറയാം കേട്ടോ. സ്റ്റേഷന്റെ പരിസരത്ത് നിന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം, എന്നിട്ട് ഞാൻ വിളിച്ചു പറയാം. പിന്നെ വേറെ ചില കാര്യങ്ങളിവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ഞാനത് പറയുന്നില്ല, പിന്നീട് പറയാം. ധൈര്യമായിട്ട് പോകും. ശരി ശരി സാറേ. ബായ്, അത് ഉടനെ എവിടുന്ന് കിട്ടും? എന്റെ കയ്യിലുണ്ട് പിച്ചളെ. അതെന്തായാലും കൊള്ളാം ബായ്. ഞാനിപ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് ബായിയെ വിളിക്കാം. ഒരു കാര്യം ചെയ്യും, ബായി ആ മുരുകനായിട്ട് ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കും. ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ. അധിക ദൂരത്തൊന്നും പോവാൻ ഇടയില്ല ബായ്, ഇവിടെ തന്നെ കാണും. ബാബിച്ചളെ. മോളെ സീതേ, എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കും മോളെ. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വന്ന് കഴിച്ചോളാം. അതെ, വല്യണ്ണം വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ചു. പുല്ല്. മനുഷ്യന് ആവശ്യമുള്ള വാർത്തകളൊന്നും ഇതിലില്ല. ടി വി ഒന്ന് വെച്ച് നോക്കിയാലോ? ബാലന്റെ കേസിൽ പോലീസ് ആരെയാ സംശയിക്കുന്നതെന്നറിയാമല്ലോ. വല്യണ്ണം വന്ന കാര്യം ഞാൻ സീതയോട് പറഞ്ഞു. അവൾ ഒരേ ഇരിപ്പാ, വിളിച്ചിട്ട് വരുന്നില്ല. നീ അവളോട് പറ, അയ്യപ്പൻകുട്ടി സാറ് ഒന്ന് ചോദിച്ചാൽ ഞാൻ സുഖമില്ലാത്ത ആളാണെന്ന് പറയാൻ. ഞാൻ പറഞ്ഞോളാം വല്യണ്ണ. ഉടനെ പറയണം. ആ ബാലനെങ്ങാനും ആശുപത്രി കിടന്ന് തീർന്നാൽ എന്റെ പേരിൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്നാ അയ്യപ്പൻകുട്ടി സാർ പറഞ്ഞത്. അയ്യോ വല്യണ്ണ, അത് പിന്നെ അറിയാമല്ലോ, സീതയ്ക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. അതൊക്കെ എനിക്കറിയില്ലേ വല്യണ്ണ. ആ, ഇനി ആരാണാവോ? ഹലോ, ആ എന്തായി? ആണോ? ആ ശരി, വച്ചോ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ആ, ആരാ വല്യണ്ണ? എടി വരജേ, തൽക്കാലം പേടിക്കാനൊന്നുമില്ല. ബാലൻ കിടക്കുന്ന ആശുപത്രിയിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട ആളാ വിളിച്ചത്. ബാലൻ എങ്ങനെയുണ്ട്? അവൻ ചാകത്തില്ല, അങ്ങനെ കിടക്കും. എന്റെ പേരിൽ കേസെടുക്കാൻ അയാൾ ഇനി വരട്ടെ. ഒച്ച തെറി വിളിക്കും ഞാൻ. പൂക്കോടി രാഘവനോടാ കളി. ആ, സീതയോട് പറഞ്ഞേക്ക് ബാലൻ ചത്തിട്ടില്ലെന്ന്. മഞ്ചിമ.
കാണുവാനില്ല. ഈ ഫോട്ടോയെ കാണുന്ന ബുദ്ധിമാന്യമുള്ള കുട്ടിമണി എന്ന പെൺകുട്ടിയെ. ബുദ്ധിമാന്യോ? ആ കുട്ടിക്കോ? ഒരിക്കലുമില്ല. ഓർമ്മ പോയതൊഴിച്ച ഈ പരസ്യത്തിൽ പറയുന്ന യാതൊന്നും ആ കുട്ടിക്കില്ല. പക്ഷേ ഫോട്ടോ അതിന് നല്ല മുഖഛായയില്ലേ? അതുണ്ട്. അത് ചിലപ്പോ യാദൃച്ഛികമായി സംഭവിച്ചതാവാം. അല്ല ഡോക്ടർ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിമണി തന്നെയാ അവിടെ കിടക്കുന്നത്. അവിടെ കിടക്കുന്ന കുട്ടിക്ക് ബുദ്ധിമാന്യമില്ല. ഒന്നുകിൽ ഈ പരസ്യം കൊടുത്തവർക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്. ബുദ്ധിമാന്യം ഇല്ലാത്ത ഒരാളെ അങ്ങനെയുള്ളതാക്കി ചിത്രീകരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ ആളും ഇവിടെ കിടക്കുന്ന ആളും രണ്ടും രണ്ടാ. ഞാനിവിടെ കുട്ടിയെ കൊണ്ടുവന്ന ദിവസം ഡോക്ടർ ഓർക്കുന്നുണ്ടോ? അതിന് 2 ദിവസം മുമ്പാ ഈ ചിത്രത്തിലെ കുട്ടിയെ കാണാതായത്. പരസ്യം കൊടുത്തിരിക്കുന്ന സ്ഥലമാണെങ്കിൽ എനിക്ക് കുട്ടിയെ കിട്ടിയ കാടിന്റെ പരിസരം. ഡോക്ടറെ, എന്റെ മനസ്സ് പറയുന്നത് രണ്ടും ഒന്നാണെന്ന്. അപ്പൊ ബുദ്ധിമാന്യം? ലേശം എഴുതാനുള്ള കഴിവ് എനിക്കുണ്ട്. ധാരാളം ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ആ ഭാവന വെച്ച് ഞാൻ ചോദിക്കാം, ബുദ്ധിമാന്ദ്യം മാറിയതായിക്കൂടെ? എങ്ങനെ? അതങ്ങനെ പെട്ടെന്ന് മാറുന്ന അസുഖമൊന്നുമല്ല. ഡോക്ടറെ, ബുദ്ധിമാന്ദ്യമുള്ള ഈ കുട്ടി ആരും അറിയാതെ വഴിതെറ്റി കാട്ടിലെത്തുന്നു. അവിടെ വെച്ച് പേടിച്ചോ അല്ലാതെയോ വീഴുന്നു. വീഴ്ചയില് രോഗം ഭേദമാകുന്നു. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? സംഭവിച്ചൂടെ എന്ന് ചോദിച്ചാൽ സംഭവിക്കാം. പക്ഷേ അത് 1,00,000-1 എന്ന നിലയ്ക്കേ സാധ്യതയുള്ളൂ. ആ 1,00,000-1 ആയിക്കൂടെ ഈ കുട്ടി? ഏതായാലും ഈ ഫോട്ടോ കുട്ടിയെ കാണിക്കാം. ചിലപ്പോ കുട്ടിക്കെല്ലാം ഓർമ്മ വന്നാലോ? അതെ, അതാണ് വേണ്ടത്. കുട്ടിമണി, 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 കുട്ടിമണി. ഇയാൾക്ക് കുട്ടിമണി എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഈ പരസ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോന്ന് അറിയാലോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കൊന്നും ഒരു ഓർമ്മ വരുന്നില്ല. എനിക്ക് എൻ്റെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കുട്ടിയെ കാണാഞ്ഞിട്ടുള്ള പരസ്യമാ. ഇതിൽ കാണുന്ന കുട്ടിമണി എന്ന പെൺകുട്ടിയെ കാണാതായത്രേ. ചിത്രത്തിലെ കുട്ടിമണിക്ക് കുട്ടിയുമായൊരു മുഖസ്വാമി എനിക്ക് തോന്നുന്നു. അതിന് എൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, ഈ പത്രപരസ്യത്തിൽ പറയുന്ന കുട്ടിമണി ബുദ്ധിമാന്യമുള്ളൊരു കുട്ടിയാ. എനിക്ക് എന്താ ഞാൻ പറയുമ്പോ ഇങ്ങനെ? എനിക്ക് അങ്ങനെ എന്തോ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നു. എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. കൂടുതൽ സ്ട്രെയിൻ എടുക്കണ്ട. ഒരു മുഖസാമ്യം കണ്ടതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. എൻ്റെ മുഖം പോലെ എനിക്ക് ഓർമ്മയില്ല. ഒരാളെ പോലെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, യു ടേക്ക് റെസ്റ്റ്. എന്താ ഡോക്ടർ? അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ
ഈ ഫോട്ടോയെ കാണുന്നത് അവളാകാനാ സാധ്യത. അവൾക്ക് അവളുടെ മുഖം പോലും ഓർമ്മയില്ലല്ലോ. വായന അറിയില്ലാന്ന് തോന്നുന്നു. എടോ രാഹുല, നമുക്ക് ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് നോക്കാം. എന്തായാലും അവര് വരട്ടെ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. അതാ ഡോക്ടർ, അതാണ് അതിന്റെ ശരിയായ വഴി. ഇനി വീഴ്ചയിൽ വല്ലതും പറ്റിയതാണോന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇവരെന്തിന് കാടിന്റെ ഭാഗത്തൊക്കെ വരണം? എന്തായാലും അവര് വരട്ടെ, നമുക്ക് നോക്കാം. കാണാനില്ല പോലും. ഇനി എവിടുന്ന് കണ്ടുകിട്ടുമെന്നാ? പത്രത്തിൽ പരസ്യം കൊടുത്ത കാശും നഷ്ടം. സഞ്ജു വിളിച്ചിരുന്നു. ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. പുതിയ SP സാറിന്റെ ബുദ്ധിയാ. അദ്ദേഹം ഇപ്പൊ ഇവരുടെ സൈഡാ. സീതയുടെ പരാതി ഇവരെ ഫ്രീസ് ചെയ്തു എന്നാ ഞാൻ അറിഞ്ഞത്. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ബാസ്റ്റിൻ? പൊട്ടിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി അഥവാ കണ്ടുപിടിച്ചാലും ഏതു കോലത്തിലായിരിക്കും തിരിച്ചു കിട്ടുക? ബുദ്ധിക്കേ കുറവുള്ളൂ. സൗന്ദര്യത്തിന്റെ കാര്യത്തിലേ അവൾ ആരുടെയും പുറകിലൊന്നും അല്ല. അത് ശരിയാ. കുട്ടിമണിയെ ഇനി എന്തായാലും പഴയ അവസ്ഥ തിരിച്ചു കിട്ടില്ല. അപ്പോ കുട്ടിമണിയുടെ ജീവിതം ഇതോടെ കഴിഞ്ഞു. കുട്ടിമണി വീണ അതിനർത്ഥം മനസ്സിജൻ വീണുന്ന. സ്നേഹനിധിയായ ഭർത്താവാണല്ലോ മനസ്സിജൻ. കുട്ടിമണിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിഡ്ഢി. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവുന്ന ലക്ഷണമാണ് ബാസ്റ്റിന്. അത് കുറെ കൂടെ വേഗത്തിലാവണമെങ്കിലേ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. വക്കീലുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു. കേസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ കൊടുത്തു. പുള്ളിക്കാരന് ഫയൽ ഒന്ന് പഠിക്കണം. എന്തെങ്കിലും സ്കോപ്പുള്ള കേസേ വക്കീൽ എടുക്കൂ. പുള്ളിക്കാരൻ കേസ് എടുക്കാമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു തന്നെ അർത്ഥം. പുറത്തിറങ്ങിയിട്ട് വേണം എനിക്ക് ബാക്കി കണക്കുകൾ തീർക്കാൻ. അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. കുട്ടിമണിയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് കുറെ കള്ള ഫോൺ കോളുകൾ ചെയ്യണം. അതെന്തിനാ മേഡം? പോലീസിനെ കബളിപ്പിക്കാനൊന്നും അല്ല ബാസ്റ്റിനെ. ഇത് അവനുള്ള ശിക്ഷയാ, ആ മനസ്സിനുള്ള ശിക്ഷ. ഓരോ സ്ഥലത്ത് കണ്ടു എന്നറിയുമ്പോഴും അവന്റെ മനസ്സിൽ പ്രതീക്ഷകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. പിന്നെ ഇല്ലാന്നറിയുമ്പോ നിരാശയും. വേദനിക്കണം അവൻ, ഇഞ്ചിഞ്ചായിട്ട് വേദനിക്കണം. ആ വേദന കണ്ട് രസിക്കണോ എനിക്ക്? അവന്റെ നാശം അത് കണ്ടിട്ടേ ഞാൻ അടങ്ങൂ. എന്താ വേണ്ടെന്ന് മേഡം പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഇതിനൊക്കെയുള്ള പ്രതിഫലം ഞാൻ തനിക്ക് തരുന്നുണ്ട്. അയ്യോ, അതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെയാ, എല്ലാം കൃത്യമായിട്ട് ചെയ്യും. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത്. തിന്മ എങ്ങാനും ചെയ്ത ഇരട്ടി ശക്തിയിൽ തിന്മ. ഈ കടങ്ങളൊക്കെ നമുക്ക് വീട്ടാം. എന്നാ ശരി, താൻ വയ്ക്കോ. ശരി മേഡം. ഇവിടെ വൃത്തികെട്ട മുഖം അടിച്ചു വന്ന പേപ്പർ മോശം. ഡോക്ടറെ നമസ്കാരം. എന്റെ കുട്ടിമണിയോട് ഡോക്ടറെ. പത്രത്തിലെ പരസ്യം കണ്ട് ഡോക്ടറെ വിളിച്ചിരുന്നില്ല, ഞങ്ങളാ അത് കൊടുത്തിരുന്നു. ഓ, ആ കുട്ടിയുടെ റിലേറ്റീവ്സ് ആണല്ലേ? അത് അവളെന്റെ ഭാര്യ ഡോക്ടറെ. ഇവിടെ വരുമ്പോ ആ കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. Now she is recovered. വരൂ. ദാ ഇയാളാ ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നത്. എന്റെ കുട്ടിമണി രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. തലക്കേറ്റ ക്ഷതം, ബ്രെയിനിൽ കുറച്ച് ഇഞ്ചുറീസ് വരുത്തിയിരുന്നു. എങ്കിലും അതൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ കുട്ടിക്ക് മെമ്മറി ലോസ് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്നുവെച്ചാ സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അവര്. ഞങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടും അവര് റിയാക്ട് ചെയ്യുന്നേ ഇല്ല. നിങ്ങള് ടെൻഷൻ അടിക്കുന്നു വേണ്ട. ബ്രെയിൻ ഹെമറേജ് വന്ന സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളതാ. 2-3 ദിവസം കഴിയുമ്പോൾ ഓർമ്മ വീണ്ടെടുത്തേക്കാം. നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അതിൽ കൂടുതൽ ദിവസമായല്ലോ ഡോക്ടറെ. എന്റെ ജോലിയും ഭാവിയും ഒക്കെ പോയി. ഇക്കാലത്ത് ഒരു അപകടത്തിൽപ്പെട്ട ആരും ആരെ സഹായിക്കാത്തത് വെറുതെ അല്ല. ചെയ്തവനെ കിട്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന കാലമല്ല.
അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ കുട്ടിമണി രക്ഷിച്ച നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനമാണ് എന്റെ മനസ്സിലുള്ളത്. എനിക്ക് എന്റെ കുട്ടിമണി ഒന്ന് കാണണം ഡോക്ടർ. എന്നെ കാണുമ്പോൾ അവളുടെ മെമ്മറി ലോസ് ഒക്കെ മാറും. ശരിയാ ഡോക്ടർ. കുട്ടിമണി പെങ്ങൾ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ മനസ്സിനെ. വരൂ. പിച്ചളെ കുട്ടു കുട്ടു പിച്ചളെ ഡോക്ടറെ ഇതെന്റെ കുട്ടിമണിയാ. കുട്ടിമണിയോ? കുട്ടു നിനക്കെന്നെ മനസ്സിലായില്ലേ? നിന്റെ മനസ്സിജനാ ഞാൻ. മനസ്സിജനോ? അതാരാ? കുട്ടു ഡോക്ടറെ ആരാ ഇത്? പിച്ചളെ കുട്ടിമണി പെങ്ങളെ ഓർത്തു നോക്കിയ മനസ്സിജന ഓർമ്മല്ലേ? ഞാൻ പിച്ചള, എന്നെ ഓർമ്മല്ലേ? ആ കുട്ടു ഡോക്ടറെ ഇതൊക്കെ ആരാ? കുട്ടു കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാറൊന്നും ആയിട്ടില്ല. കിടക്കും. ഇവരോട് പോവാൻ പറ ഡോക്ടറെ. എന്റെ കുട്ടു. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഷീ നീഡ് റെസ്റ്റ്. എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ബായ്. ഡോക്ടറെ എനിക്ക് തലവേദനിക്കുന്നു. സാരമില്ല, കിടന്നോളൂ. ബായ്. പിച്ചളെ ഡോക്ടറെ അവളെ എത്രയും വേഗം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഏത് ഹോസ്പിറ്റലിൽ വേണേലും കൊണ്ടുപോവാ. എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതെ ഡോക്ടറെ, ഇനി വൈകരുത്. കുട്ടിമണി പെങ്ങളെ കണ്ടിട്ട് സഹിക്കില്ല. വേഗം ഡിസ്ചാർജ് ചെയ്യണം. ബായ്. ആംബുലൻസിൽ തന്നെ നമുക്ക് കൊണ്ടുപോവാം. എവിടേക്ക്? എവിടെ കൊണ്ടുപോയാലും ഇതിലും നല്ല ചികിത്സ ഒരിടത്തും കിട്ടില്ല. പിന്നെ വെറുതെ ഒരാൾ പത്രപരസ്യം ചെയ്ത് കയറി വന്നിട്ട് ഇവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ ഭാര്യയാണ് ഈ കുട്ടിമണിയും തെളിയിക്കാൻ എന്തെങ്കിലും രേഖയുണ്ടോ നിങ്ങളുടെ കയ്യില്? ഫോട്ടോ അതെടുത്ത പത്രത്തിൽ കൊടുത്തത്. പിന്നെങ്ങനെ? പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഡോക്ടറെ. ഈ നിൽക്കണ മനസ്സിജന്റെ ഭാര്യ തന്നെയാ കുട്ടിമണി. കുഞ്ഞുമണി എന്നൊരു മോളും ഉണ്ട് ഇവർക്ക്. അതെ, ഒക്കെ നേരായിരിക്കാം. ബട്ട് വി നീഡ് പ്രൂഫ്. മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് അവര് നിങ്ങളെ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ. തിരിച്ചറിയും ഡോക്ടർ. അവൾ എന്നെ തിരിച്ചറിയും. അതുവരെ ഇവിടെ തന്നെ ചികിത്സിച്ചാൽ മതി. അതത്രേ ഉള്ളൂ. ദെൻ പ്ലീസ്. ഞാൻ ഒന്നുകൂടി കണ്ടിട്ട് പൊക്കോളാം ഡോക്ടർ. സോറി, അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ നിന്ന് കണ്ടാ മതി.
ബായ്. നമ്മൾ ഇനി എന്ത് ചെയ്യും പിച്ചളെ? അയ്യപ്പൻകുട്ടി സാറിനെ വിളിക്കുക ബായ്. സാറിനെ കൊണ്ട് ഡോക്ടറോട് പറയിക്കാം കുട്ടിമണി പെങ്ങള് മനസ്സുജന്റെ ഭാര്യയാണ്. പിച്ചളെ, എനിക്കിപ്പോ വേണ്ടത് ഒരു ഭർത്താവിന്റെ അവകാശമൊന്നുമല്ല, എന്റെ കുട്ടിമണിയെ. ഈശ്വര, ബുദ്ധി വളർച്ചയുള്ള കുട്ടിമണിക്കായി പ്രാർത്ഥിച്ച എന്നോട് നീ ഈ ചതി ചെയ്തല്ലോ. വിഷമിക്കാതെ ബായ്, ഒക്കെ ശരിയാവും. നമുക്ക് ലെസ്ലി സാഹിബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഇവിടുത്തെ ഡോക്ടറോട് കുട്ടിമണി പെങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കട്ടെ. അത് നല്ലതാ. ലെസ്ലി സാഹിബിന്റെ ചികിത്സക്കിടയില്ല കുട്ടിമണി മിസ്സായതെന്ന് ഇവരോട് പറഞ്ഞ ചിലപ്പോ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഇവർ കേട്ടാലോ. എങ്ക് വാ ബായ്, വേം പോവാ. ഈശ്വര, എന്തൊരു പരീക്ഷണമായത്. എന്റെ ജീവിതം നായ നക്കിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മോളെ, ചത്തോന്നറിയാൻ വന്നതാണോ? പേടിക്കണ്ട, ചത്തിട്ടൊന്നുമില്ല. ഇപ്പോഴും പാതി ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട്. മോളെ, നിനക്കെന്താ പറ്റിയേ? എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കിപ്പോ മനസ്സിലാവില്ല. ആ, അച്ഛനായി പോയില്ലേ, ഉപേക്ഷിക്കാനും പറ്റില്ലല്ലോ. ഒരച്ഛൻ വന്നിരിക്കുന്നു, എന്തൊരു സ്നേഹം. നീ ജയിലിൽ കിടക്കുമ്പോ കാണാൻ വരാത്തത് എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ വെറുപ്പായിട്ടോ അല്ല. സ്വന്തം മകള് ജയിലിൽ കിടക്കുന്നത് കാണാൻ ഏതൊരച്ഛനാ കഴിയാ? ഇത് കണ്ടോ? നിങ്ങളിത് കണ്ടോ? ജയിലിൽ നിന്ന് കിട്ടിയതാ, സന്തോഷമായല്ലോ നിങ്ങൾക്ക്. ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ നന്നായെന്ന്. മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ മാതാപിതാക്കൾ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നിയമവും സമൂഹം അവരെ ശിക്ഷിക്കും. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളൊന്ന് പുറത്തു പോയ ഇവിടുന്ന്. എനിക്കിവിടെ ആരും വേണ്ട, അച്ഛനും ഭർത്താവും ഒന്നും വേണ്ട. മോളെ, മതി. ഞാൻ നിന്നെ കുറ്റം പറയാനോ ഉപദേശിക്കാനോ വന്നതല്ല. അതൊക്കെ മുമ്പേ ചെയ്തതാ. ഞാൻ പറഞ്ഞൊന്നും നീ അനുസരിച്ചില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, മാതാപിതാക്കൾ എപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാഗത്തേ നിൽക്കും. എന്താ പിന്നെ ഒരു കാര്യം ചെയ്, എന്നെ എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തിറക്ക്. അത് പറയാനാ ഞാൻ വന്നത്. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നീ എത്രയും വേഗം പുറത്തിറങ്ങും. നിന്നെ പുറത്തിറക്കാൻ ഈ അച്ഛൻ ഏത് വാതിലും മുട്ടും. പക്ഷേ നീ എന്നോട് സത്യം പറയണം. എന്ത് സത്യം? എനിക്ക് ഒരു സത്യവും പറയാനില്ല. കഴിയുമെങ്കിൽ എന്നെ ജാമ്യത്തിലിറക്കുക. അതാ മോളെ ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം അറിയണം. വയലോരം വീട്ടിലെ ശാരദാമ്മയെ കൊന്നതാണോ അതോ ആ പൊട്ടിപ്പെണ്ണിന്റെ കുട്ടിയെ കാണാതായതിലാണോ? ഏത് സത്യം അറിയേണ്ടത്? നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ ചെയ്യാവുന്നത് ചെയ്യാം. ഞാൻ എൻ്റെ വക്കീലിന്റെ പേപ്പേഴ്സൊക്കെ കൊടുത്തുവിടാം. നീ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. മതികലെ സത്യവും ധർമ്മവും നീതിയൊന്നും ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. സത്യം പറഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല. ഒരു വഴി അടയുമ്പോ മറ്റൊൻപത് വഴി മതികലക്കായിട്ട് തുറക്കും. പിന്നെ വയലോരം വീട്ടിലെ ശാരദാമ്മയെ ഞാൻ പറഞ്ഞിട്ടാ ശിവ കൊന്നത്. സീതയുടെ കുഞ്ഞിനെയും ഞാൻ തന്നെ മാറ്റിയത്. ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? മോളെ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. മോള് വിശ്രമിക്കും. അതാ അവിടെയാ. കുട്ടിമണി, എന്നെ ഓർമ്മയുണ്ടോ കുട്ടിമണിക്ക്?
എൻ്റെ കുട്ടു ആരും തിരിച്ചറിയുന്നില്ലല്ലോ ഡോക്ടർ. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുട്ടുവിനെ പഴയതുപോലെയെങ്കിലും എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഒരുപാട് കഴിവുകളുള്ള ആളല്ലേ അങ്ങ്. Be patient, my friend. She will be all right. Don't worry. എന്താ ഇവിടെ? Namaste. ഓ, നിങ്ങളോ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പേഷ്യന്റ് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ആ കുട്ടി നോർമലായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അല്പം കൂടി കാത്തു നിന്നേ മതിയാവും. സിസ്റ്റർ, ഇതെന്ത് തോന്നിവാസം നിങ്ങൾ ഈ കാണിക്കുന്നത്? അകത്ത് ആള് കയറി നിൽക്കാൻ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുക? അപരിചിതരാരെയും അകത്തേക്ക് വിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? ഇവരെ ഇറക്കി വിട്. മാഡം പ്ലീസ്. ഡോക്ടറെ, അകത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യ ഡോക്ടറെ. അവളെ മുമ്പ് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സാണ് ഇവരൊക്കെ. അതൊക്കെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ ഒരു പേഷ്യൻ്റാണ് ആ കുട്ടി. ഇതാണ് കെന്നത്ത് ലെസ്ലി, പ്രശസ്തനായ ഒരു ആയുർവേദ ഡോക്ടറാ. Hello. ഹലോ. Nice to meet you. Madam, he is a husband. We have some precious time together. Okay? ഓക്കെ, ബട്ട് നൗ ഐ കാനോട്ട് അലോ യു. മാഡം, ദയവ് ഇതുവരെ കുട്ടിമണി ഒന്ന് പരിശോധിക്കാനെങ്കിലും അനുവദിക്കണം. ഇദ്ദേഹവും ഈ മാഡവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾക്കൊപ്പം താമസിച്ച് കുട്ടിമണിയെ ചികിത്സിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു അപകടം പറ്റിയത്. അതിനുശേഷം കുട്ടിമണി ഞങ്ങളുടെ കൈവിട്ടു പോയി. എന്തായിരുന്നു അപകടം? ഈ കുട്ടിയെ ഇവരെന്തിനാ ചികിത്സിച്ചത്? പറയാം. ഓ, അപ്പോ അതാണ് കാര്യം. നിങ്ങൾ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എണ്ണയും കുഴമ്പും പച്ചമരുന്നും കൊണ്ട് മാറില്ല. പ്രത്യേകിച്ച് മെന്റൽ ഡിസോർഡർ കേസുകൾ. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി ഇവിടുത്തെ ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും പാരമ്പര്യ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ പഠിച്ച് ഗവേഷണം നടത്തി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ഒരു ഡോക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ചികിത്സയിൽ കുട്ടുവിന്റെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും മാറി വന്നതായിരുന്നു. അതിനിടയിലാ ഇങ്ങനെ വിധി വീണ്ടും ഞങ്ങളെ തോൽപ്പിച്ചു. ഇപ്പൊ നോക്ക്, എന്റെ കുട്ടു ആരും തിരിച്ചറിയാതെ. നോക്കൂ മിസ്റ്റർ മനസജൻ, നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് എന്റേതായ പരിമിതികളുണ്ട്. ആ കുട്ടി ആരെയും തിരിച്ചറിയാത്ത സ്ഥിതിക്ക് നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടേണ്ടി വരും. മാഡം, ഞാനൊരു ഡോക്ടർ. ഇദ്ദേഹം പറയുന്നതെല്ലാം സത്യം. ഞങ്ങൾ ഇവരോടൊപ്പം താമസിച്ച് കുട്ടിമണിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നതാണ്. അവസാന ഡോസ് മരുന്ന് നൽകിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു മലയിറങ്ങിയത്. പക്ഷേ ഈ അവസ്ഥയിൽ ഇദ്ദേഹം വന്ന് വിളിച്ചപ്പോ ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്താ ആ കുട്ടിയുടെ അവസ്ഥ? ഒന്നും പറയാറായിട്ടില്ല. അവരൊരു മെന്റൽ ഡിലമയിലാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ ചികിത്സ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇനി അതിന്റെ വല്ല റിയാക്ഷൻ ആണോന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ പേഷ്യന്റിനെ ഒന്ന് കാണട്ടെ. My friend, first of all, we thank God. She is alive. Don't worry. കുട്ടിമണിയെ പുതിയൊരു കുട്ടിമണിയായി ചിലപ്പോ നമുക്ക് കാണാൻ കഴിയും. അതിന് സമയം വേണം. എന്നാലും അവസാന ഡോസ് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഡോക്ടർ. ഇനിയിപ്പോ അവളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. Hey, where's your child now? അവളെ മുത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. ഞാനും മുത്തിയും വളരെ പാടുപെട്ടാണ് ഇപ്പൊ അവളെ നോക്കുന്നത്. കുട്ടിമണിയുടെ ഓർമ്മയിൽ ചിലപ്പോ മായാതെ കിടക്കുന്ന കുറെ ചിത്രങ്ങളുണ്ടാവും. അവൾ അറിയുന്ന അവളുടെ ജീവിത പരിസരങ്ങൾ, അതൊക്കെ നമ്മൾ കുട്ടിമണിയുടെ മുന്നിൽ കൊണ്ടുവരണം.
കുട്ടിമണിയുടെ പരിചയക്കാർ, ബന്ധുക്കൾ, അവരെയെല്ലാം. ചിലപ്പോ കുട്ടിമണി ആരെയെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തിരിച്ചറിഞ്ഞേക്കാം. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് മനസ്സിജൻ. കുട്ടിമണി മനസ്സിജന്റെ തന്നെ കുട്ടിമണിയായി തിരിച്ചു വരും. ഞങ്ങളൊക്കെ കൂടെ തന്നെയുണ്ട്. മനസ്സിജൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. സിസ്റ്ററെ, അതെ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോട്ടെ. പറ്റില്ല, തന്നെ എങ്ങും വിടണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പുറത്തു വിട്ടതിന് ഞാൻ കുറെ വഴക്കും കേട്ടതാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ വർത്തമാനം പറയില്ലേ സിസ്റ്ററെ. ഒന്ന് കുളിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ കുളിച്ചാ പോരെ? അയ്യേ, എനിക്ക് പുഴയെ കുളിക്കുന്നതാ ഇഷ്ടം. ഒരു പുഴ, അവിടെ എങ്ങനെ പോയിരിക്കടോ? നേരെ കിടന്ന പാമ്പിനെടുത്ത് ചുറ്റിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു കഷ്ടമായത്. എന്തൊരു കിടപ്പാ, കണ്ടിട്ട് സഹിക്കുന്നില്ല. വയലോരം വീടിന്റെ ദുരന്തങ്ങൾ തുടരുകയാണ്. പരീക്ഷിച്ചിട്ടും മതിയാവുന്നില്ലായിരിക്കും ഈശ്വരന്മാർ. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ലല്ലോ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? ഇനി ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ രവി ഇത്? കഷ്ടകാലം വണ്ടി പിടിച്ച് വയലോരം വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ? നിങ്ങളെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ എല്ലാരും ഇവിടെയാണെന്ന് അറിഞ്ഞത്. അല്ല, ബാലേട്ടൻ എന്തിനത് ചെയ്ത്? ദുർവിധി എപ്പോഴും വേട്ടയ്ക്കിറങ്ങുന്നത് ചെറുപ്പക്കാരിലേക്കാ. ഞങ്ങളെപ്പോലുള്ള കിഴവന്മാരെയും കിഴവിമാരെയും അത് കാണില്ല. മനസ്സിനെവിടെ? കുട്ടിമണി മോളുടെ അസുഖമൊക്കെ മാറിയോ? ഇപ്പോഴും എന്റെ മോക്ക് വേണ്ടി ഞാൻ ഒരു നേരെ അരിയാഹാരം കഴിക്കുന്നുള്ളൂ. കുട്ടിമണി പെങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ നിങ്ങളെയൊക്കെ അന്വേഷിച്ച് വന്നത്. എല്ലാരും എന്റെ കൂടെ ഒന്ന് വരണം. എവിടേക്ക്? അത് പിന്നെ എന്തു പറ്റി പിച്ചളെ? കുട്ടിമണി പെങ്ങളെ ആശുപത്രിയിലാ. ഈശ്വരാ, ലെസ്ലി സാഹിബിന്റെ ചികിത്സയിലായിരുന്നു എന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു. കാര്യം തെളിച്ചു പറ പിച്ചളെ. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ബാലേട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും അറിയാതെ കിടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പത്രം വായിക്കാൻ എവിടുന്ന സമയം? കുട്ടിമണി പെങ്ങളുടെ ഓർമ്മ തിരിച്ചു കിട്ടണം. അതിന് നിങ്ങളൊക്കെ വന്നേ പറ്റൂ. നൊയമ്പ് നോറ്റത്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് മുഴുവനും കുട്ടിമണിയുടെ ബുദ്ധിക്കുറവൊക്കെ മാറി ഒരു സാധാരണ പെണ്ണായി കാണാനാ. ഒന്നും വേണ്ട, പഴയ കുട്ടിമണിയായി കണ്ടാ മതി ഞങ്ങൾക്ക്. സമാധാനിക്കൂ എന്ന് പോലും പറയാനാവുന്നില്ലല്ലോ ദൈവമേ. ഇതിങ്ങനെ കരഞ്ഞു നിൽക്കേണ്ട സമയമല്ല. നിങ്ങൾ പിച്ചളയുടെ കൂടെ നിന്ന് ചെല്ല്. എങ്ങനെയെങ്കിലും അവളുടെ ഓർമ്മയെന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുക. ചെല്ല്. ബാലേട്ടന് തനിച്ചാക്കി വരാൻ പറ്റാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ. നമുക്ക് പോവാം, ഇപ്പൊ തന്നെ പോവാം. മോനെ, മോളെ, കുട്ടിമണി മോളെ, കുട്ടിമണി മോളെ. കുട്ടിമണിപ്പെങ്ങള് ഇവരെ മനസ്സിലായില്ല? കുട്ടിമണിപ്പെങ്ങൾക്ക്
എന്റെ പൊന്നുമോളെ, അപ്പച്ചിയമ്മയാ, അപ്പച്ചിയമ്മ.